ഹലോ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, അപൂർണയുടെ ന്യായീകരണം നിങ്ങൾക്ക് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ശരിക്കുള്ള ജീവിതത്തിൽ ഒരുപാട് പെൺകുട്ടികൾ കടന്നു പോകുന്ന ഒരു സ്റ്റേജാണിത്. സ്വന്തം ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനോ മനസ്സിലുള്ളത് തുറന്നു പറയാൻ മറ്റുള്ളവരോട് പറയാനോ പറ്റാത്തൊരവസ്ഥ. അതവൾ അഹങ്കാരിയോ പക്വതയില്ലാത്തവളോ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. ഈ സ്റ്റോറി വായിക്കുന്ന ഓരോ പെൺകുട്ടികളുടെയും എല്ലാ മാസത്തിലും ഇങ്ങനെ ഓരോ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവളായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനും അങ്ങനെ കടന്നു പോയവളായിരുന്നു, ഇപ്പോൾ ഇല്ല. അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? നിനക്ക് ഇനി സമയമുണ്ടോ പൂർണ്ണ? ഞാൻ നിനക്ക് പറ്റിയ ആള് മുഴുവനാക്കും മുമ്പേ അപ്പു അവൻ്റെ ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ അടുപ്പിച്ചു. നീലല്ലാതെ അപൂർണയ്ക്ക് ഒരു ജീവിതം ഇല്ല. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. നീല, ഞാൻ പൊട്ടക്കുട്ടിയാണല്ലേ? അതാണല്ലേ ഇങ്ങനെ? ഉറങ്ങിക്കോ, നമുക്ക് നാളെ സംസാരിക്കാം. നീലൻ അവളെ ബെഡിലേക്ക് കിടത്തി കൂടെ കിടന്നു. അപ്പോഴും നീലൻ്റെ കൈ അവളെ ചേർത്ത് പിടിച്ചിരുന്നില്ല. അവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ മറച്ചു പിടിക്കാനായി വേഗം തിരിഞ്ഞു നടന്നു. എന്തൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും നീലൻ്റെ മുന്നിൽ താൻ വല്ലാതെ ചെറുതായ പോലെ തോന്നി. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് വാ കുത്തിക്കിടന്നു. കരയല്ല കുഞ്ഞ്, എനിക്ക് നിന്നോടൊരു ദേഷ്യമില്ല. നീലം പറയുന്നത് കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. പിന്നെ നീ എന്തെന്നെ കെട്ടിപ്പിടിക്കാത്ത? നിനക്കതൊന്നും ഇഷ്ടമല്ലല്ലോ. അത് പറയുമ്പോൾ നീലൻ്റെ സ്വരത്തെ കുസൃതി കലർന്നിരുന്നു. ഇപ്പം ഇഷ്ടം ആണോ? എന്നാ എനിക്കിപ്പം ഇഷ്ടമല്ല, നീലൻ തിരിഞ്ഞു നടന്നുകൊണ്ട് പറഞ്ഞു. അപ്പോൾ കുറച്ചു നേരം അവനെ തന്നെ നോക്കി കിടന്നു. അവൻ തന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായതും തിരിഞ്ഞു കിടക്കുന്ന നീലൻ്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് പുറത്തേക്ക് മുഖം ചേർത്ത് വെച്ചു. അത് കണ്ട് നീലൻ ചിരി അടക്കി പിടിച്ച് അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നു. വേണമെങ്കിൽ ഇവിടെ ഉമ്മ വെച്ചാ എനിക്ക് കുഴപ്പമില്ല. അപ്പു തൻ്റെ കവിളി തൊട്ടുകൊണ്ട് പറഞ്ഞു. എനിക്ക് സൗകര്യമില്ല, അവൻ പുച്ഛത്തിൽ പറഞ്ഞു. അപ്പു അവൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. എന്നോട് ദേഷ്യമുണ്ടോ നീല? അവൾ അവൻ്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു. ഇല്ല. ഒരു കുഞ്ഞു ദേഷ്യമെങ്കിലും? ഇല്ലടാ. എന്തിനാ നീല ഇത്ര പാവായി പോയ നീ? നിനക്ക് എന്നോടൊന്ന് ദേഷ്യപ്പെട്ടൂടെ? ഒന്ന് ചീത്ത പറഞ്ഞോടെ? നീ വിഷമിക്കുമ്പോൾ അതിനേക്കാൾ ഇരട്ടി നോവുന്ന എനിക്ക് തന്നെയാണ്. കാരണം എനിക്ക് ഈ ലോകത്ത് നീ മാത്രമല്ലേ ഉള്ളൂ. അവൻ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്തു. ഇനി എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് അത് തുറന്നു പറയണം, കേട്ടല്ലോ? നീല ശാസനയോട് പറഞ്ഞു. അവൾ തലയാട്ടി. നീ എൻ്റെ കുട്ടി ഉറങ്ങിയേക്കോ, അവളുടെ പുറത്ത് തട്ടിയവൻ പറഞ്ഞു. നീല, എനിക്കൊരു പാട്ട് പാടിത്തരൂ? അവൾ പറയുന്നത് കേട്ട് അവൻ ചിരി. മകൾക്ക് പാടിക്കൊടുക്കുന്ന പാട്ടല്ലേ? അവൾ നെറ്റി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതിനിപ്പോൾ എന്താ? ഏതെങ്കിലും ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയ്ക്ക് ഈ പാട്ട് പാടി കൊടുക്കുമോ? അതെനിക്കറിയില്ല, പക്ഷെ ഞാൻ പാടിത്തരും. കാരണം ഈ കിടക്കണ എൻ്റെ ഭാര്യയും കുഞ്ഞും കാമുകിയും കൂട്ടുകാരിയൊക്കെയാണ്. നീ ഭയങ്കര ഓവറാന്നില്ല, ഒരുമാതിരി അമ്മ കാണുന്ന സീരിയലിലെ നായകന്മാരെ പോലെ. അതേടി, നീ തന്നെ അങ്ങനെ പറയണം. നിന്റെ ഭാഗ്യം എന്നെ പോലെ ഒരാളെ കിട്ടിയേ. നിന്റെ സ്വഭാവം വെച്ച് എന്നും കുടിച്ച് 4 കാലി വന്ന് നിന്നെ എടുത്തിട്ട് അടിക്കുന്നവനായിരിക്കണം. ഓ, നന്നായി പോയി. അവൾ പുച്ഛിച്ചുകൊണ്ട് തനിയിൽ എൻ്റെ നെഞ്ചിലേക്ക് വീണ്ടും മുഖം ചേർത്ത് വെച്ചു. ലവ് യു, അവൾ അവൻ്റെ നെഞ്ചിലമ്മ വെച്ച് പറഞ്ഞു. ഓഹോ, ഈ നാവിൽ നിന്നും അങ്ങനെയൊക്കെ വരുമല്ലേ? എഗെയിൻ ഒരു ലോഡ് പുച്ഛം. അപ്പോൾ കണ്ണുകൾ അടച്ചു കിടന്നു. അപ്പോൾ ഇനി തൻ്റെ ഭാഗത്ത് നിന്ന് നീലന് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും ഉണ്ടാവില്ല എന്ന് അപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. ഏട്ടാ, ഏട്ടാ, അപ്പുവിൻ്റെ വിളി കേട്ട് നീലൻ പെട്ടെന്ന് കണ്ണു തുറന്നു. നീ എന്താ വിളിച്ചേ? ഏട്ടാന്നാ വിളിച്ചേ. ഏട്ടാ, ദാ ഏട്ടാ, ചായ കുടിക്കി. അവൾ കയ്യിലുള്ള കപ്പ് നീട്ടി. നീലൻ ആകെ കിളി പോയ പോലെ അവന് തോന്നി.
സീരിയലിലെ മരുമകളെ പോലെ കുളിച്ച് തലയിൽ തോർത്ത് ചുറ്റി അതിലൊരു തുളസി കതർ വെച്ച് നെറ്റിയിൽ സിന്ദൂരവും തൊട്ട് ചായയുമായി വന്ന് നിൽക്കുന്ന ഭാര്യ. ചായ വാങ്ങിക്കേട്ടാ, എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട്. നിനക്ക് ശരിക്കും എന്താ പറ്റിയേ? ഇന്നു മുതൽ ഞാൻ ഈ വീടിൻ്റെ നല്ല മരുമകളായിരിക്കും. മരുമകളാ? അല്ല സോറി, ഭാര്യ. ഇനി മുതൽ നീ കാണാൻ പോകുന്ന നല്ല പക്വതയോട് കൂടി പെരുമാറുന്ന ഭാര്യയായിരിക്കും. അത് പറഞ്ഞവൾ അടുക്കളയിലേക്ക് നടന്നു. നീലൻ വേഗം അവൾ കൊണ്ടുവന്ന ചായ എടുത്ത് കുടിച്ച് കുളിക്കാൻ പോയി. പോവാൻ റെഡിയായി വന്നപ്പോഴേക്ക് അപ്പു കഴിക്കാൻ എടുത്തു വെച്ചിരുന്നു. രാവിലെ ഉറക്കെണീറ്റ് എവിടെയെങ്കിലും പോയി തലയിടിച്ചാണാവോ? ഇല്ല ഏട്ടാ. ഏട്ടൻ കഴിക്കും, ഞാൻ ക്ലാസ്സിൽ പോകാൻ റെഡി ആവട്ടെ കേട്ടോ. അത് പറഞ്ഞ് അപ്പു റൂമിലേക്ക് നടന്നു. അന്തം വിട്ടിരിക്കാൻ അധികം സമയമില്ലാത്തതിന് നീലം വേഗം കഴിച്ച് എഴുന്നേറ്റു. കഴിഞ്ഞ ദിവസം അപ്പു ആദ്യം ക്ലാസ്സിലേക്ക് വരാത്തതിന് വിശേഷങ്ങൾ തിരക്കാൻ അനഘ ലാസ്റ്റ് ബെഞ്ചിലേക്ക് വന്നു. ക്ലാസ്സിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പു അനഘയും തമ്മിലുള്ള വഴക്ക്. അതിനാൽ തന്നെ അപ്പു അനഘയും തമ്മിൽ ഇരുന്ന് ചിരിച്ചു കളിച്ചുള്ള സംസാരം എല്ലാവർക്കും അത്ഭുതമായിരുന്നു. കുറേ പേർ എന്നോട് ചോദിച്ചു, ഈ അപ്പു എന്തെങ്കിലും കുട്ടിക്കളി കളിച്ച് നടക്കണേന്ന്. ഇത്രയും പക്വത മതിയാണോ? എന്നാ പിന്നെ കാണാവേ, ബൈ.